സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ. മാലിന്യ ചിന്തകൾ മനസ്സിൽ നിന്നും പാടെ ഒഴിയട്ടെ, മാലിന്യ ചിന്തകൾ മനസ്സിൽ നിന്നും പാടെ ഒഴിയട്ടെ. അന്ധത മാറ്റി അന്തരംഗത്തിൽ ബന്ധമായി കൂടെ വസിക്കട്ടെ, ഈശ്വരൻ കൂടെ വസിക്കട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. സത്യം ജയിക്കട്ടെ. ഈശ്വരേച്ഛകൾ നാം ഈ ജന്മത്തിൽ ചെയ്തു തീർക്കണം, ഈശ്വരേച്ഛകൾ നാം ഈ ജന്മത്തിൽ ചെയ്തു തീർക്കണം. ഈശ്വരനാം ഖഡ്ഗി കലിസംഹാരകനായി ഉല്ലാസമാടട്ടെ, മോക്ഷം നൽകട്ടെ, ഏവർക്കും മോക്ഷം നൽകട്ടെ. സത്യം ജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മാക്കൾ ശാന്തിയായി ലോകത്തിൽ വാഴട്ടെ. ഈശ്വരനാത്മാവിൽ നിത്യം വസിക്കട്ടെ, ദുഃഖങ്ങൾ ഒഴിയട്ടെ, ആനന്ദം കാണട്ടെ. സത്യം ജയിക്കട്ടെ. ഭഗവാനേ, എന്റെ അകതളിരിൽ അനുദിനം എഴുന്നള്ളി വാഴണമേ.
ജഗദീശ്വര അവതാരത്തെ ഭക്തലോകത്തിലേക്ക് ബോധ്യപ്പെടുത്തുവാനും അവതാര കർമ്മങ്ങളെ ആത്മാക്കൾ കൂടി പുലർത്തുവാനും ആത്മനാഥൻ ഈ ഭൂമിയിൽ നിയമിച്ച് നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന പുണ്യ ദേവാലയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്ന് ആ തിരുനാവ് കൊണ്ട് അരുളി ചെയ്ത് ആത്മലോകത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ദാനം ചെയ്ത ഞായറാഴ്ച ആരാധനയിൽ ഉൾപ്രവേശിച്ച് ഇരിക്കുന്നത്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിയമിച്ച ഈ കർമ്മ വഴികളെ, സൽക്കർമ്മ മാർഗത്തെ, പരമോത്കൃഷ്ട കർമ്മമാർഗങ്ങളെ നിയമിച്ച ജഗദീശ്വരന്റെ അകമഴിഞ്ഞ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറച്ച് ദാനം ചെയ്യുവാനാണ്. അതിനുവേണ്ടി നിങ്ങൾ ആശ്രയത്തോടുകൂടി ആരാധനയിൽ ഇരിക്കുക. ഹൃദയം ഒരു മാലിന്യങ്ങളിലേക്ക് പോകാതെ ഏകാഗ്രമായ ചിന്തയോടുകൂടി, ഏകാന്തമായ ചിന്തയോടുകൂടി സർവശക്തിയെ തിരുമുഖത്തേക്ക് തന്നെ നോക്കി ആ തൃപാദത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ഓരോരുത്തരും ഈ ആരാധനയിൽ പങ്കെടുക്കുക. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ ഇപ്പോഴും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. അവരെയും സർവശക്തി ഈ സമയം ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്തലോകത്തിന്റെ നിത്യാനന്ദത്തിനായി ഭക്തവത്സലൻ വന്നുദിച്ചു. ഭക്തലോകത്തിന്റെ വത്സലൻ വന്നുദിച്ചു. ജീവിക്കുക ഭക്തരായോ. ജീവിക്കുക ജ്ഞാനങ്ങളോരോന്നും ഭക്തിയായി സ്വീകരിച്ച് ജീവിക്കുക ഭക്തരായോ.
ലഭിക്കുന്ന അറിവുകൾ ആത്മലോകത്തിൽ അവതാര രൂപത്തെ തെളിയിക്കുവാനുള്ള ജ്ഞാനങ്ങളാണ്. ആ ജ്ഞാനമാണ് ഈ ഓതി തന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. 140 വർഷമായി ഈ പ്രപഞ്ചത്തിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പുണ്യപുരാണങ്ങളും ഉപനിഷത്തുകളും അനുശാസിക്കുന്ന ഗുരു, പുരാണങ്ങളെ പൂർണ്ണമായി പഠിച്ചിട്ടുള്ളവർക്കറിയാം, അതിലെല്ലാം നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ഉന്നതനായ ഒരു ഗുരുവിനെ കണ്ടെത്തണം എന്നാണ്. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരു ഉപദേശം തരും, ജനനമറ്റിയിടും അന്ന് അവന് നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞത് മുതൽ അനേകം പുരാണങ്ങളിൽ വിവക്ഷിക്കുന്നതെല്ലാം ഈ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുളിനെ നിന്റെ ഉൾക്കാമ്പിൽ ലഭിക്കുവാൻ തക്ക വിധത്തിൽ ഗുരുവിന്റെ മുമ്പിലെത്താനാണ്, ഗുരുപദാന്തേ ഭജിക്കുവാനാണ്. ഈ സന്നിധാനത്തിലേക്ക് ഓടി വന്നപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ലോകം കൂടാതെ കാശ് പോലും വിലയില്ലാതെ നൽകിയ സർവജ്ഞാനം നിങ്ങളുടെ ആത്മാവിന്റെ രൂപത്തെ ആത്മാവിൽ കണ്ടറിഞ്ഞ് ആരാധിക്കുവാനും ആത്മനാഥനെ ഹൃദയത്തിൽ കണ്ടറിഞ്ഞ് ആരാധിക്കുവാനുമുള്ള വഴിയാണ് ഉപദേശിച്ചു തന്നത്. അതിന്റെ വില, അതിന്റെ നില വേണ്ട വിധത്തിൽ അറിയാതെ ഒരിക്കലും അഴലേറാൻ പാടില്ല, ലോകമോഹങ്ങളിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. വളരെ വ്യക്തമായി ഭഗവാനും നമ്മളോട് പറഞ്ഞത് എന്താണ്, നിങ്ങളോട് ഉപദേശിക്കുന്നത് എന്താണ്? ഭജി ഭജി മാനസമേ സദ്ഗുരു പാദം, ഭജി ഭജി മാനസമേ. സമ്പൂർണമാവുകയുള്ളൂ. സമ്പൂർണത സദ്ഗുരുവിലാണ്. സമ്പൂർണ്ണ ജ്ഞാനരൂപമാണ് സദ്ഗുരു. ആ സദ്ഗുരുവാണ് പൂരം നക്ഷത്രത്തിൽ ജാതമായി വന്നത്. ലോകത്തിൽ സ്വീകരിച്ച ഉടലുകളും അതിനുവേണ്ടി ഉപയോഗിച്ച മാതാപിതാക്കളും അന്ന് ഒരുക്കപ്പെട്ട പ്രകൃതിയും അന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ദേവീദേവന്മാരും ദൂതപരിവാരങ്ങളും എല്ലാം ഈ ഭൂമിയിലേക്ക് സ്വീകരിച്ചത് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയത് എന്തിനെയാണ്? ഇഹപരലോകത്തെ സൃഷ്ടിച്ച ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ സൃഷ്ടികൾ ഉള്ളതും ലളിതമായി ഇതിനേക്കാൾ വ്യക്തമായി ഗുരുവിനെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. അത്ര ലളിതമായിട്ടും വ്യക്തമായിട്ടുമാണ് നമുക്ക് വേണ്ടി ഭഗവാൻ ആ തിരുനാവിൽ കൂടി ഉപദേശിച്ചു വന്നിരിക്കുന്നത്. ആരാണ് ഗുരു? എന്താണ് ഗുരു? ആ ഗുരുവിനെയാണ് ആഗ്രഹിച്ച് സ്വർഗപിതാവിന്റെ പൊന്മുഖം കാണുവാൻ കണ്ണുനീരോടു കൂടി കാത്തിരുന്നു
കർമ്മങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാത്തിരുന്ന് കരഞ്ഞ കണ്ണുകളെ നോക്കി, ഭക്തരായവരെ നോക്കി, ദേവീദേവന്മാരെ നോക്കി, ദൂതപരിവാരങ്ങളെ നോക്കി, പ്രകൃതിയെ നോക്കി, ഇതിന്റെ എല്ലാം ഉടമസ്ഥനായ ദൈവം ഒരു മർത്യാകൃതി പൂണ്ട് ഈ ലോകത്തിലേക്ക് അവതാരമായി വന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ അന്നേ പ്രയാസമായിരുന്നു, ഇന്നും പ്രയാസമാണ്. കാരണം നമ്മളിൽ ഒരാളായി ഇഹവർ ലോകത്തെ ഉളവാക്കിയ ദൈവത്തെ എങ്ങനെ കാണാൻ പറ്റും? ആർക്കും സാധ്യമല്ല. പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവത്തെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് തന്നെ 3 4 തലയും 7 8 കൈയും അതേപോലെയുള്ള അനേകം ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ദൈവത്തെ ചിത്രീകരിച്ചു വെച്ച് അതിനെ നോക്കി പഠിച്ച് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകതകളുള്ള, എന്തോ വലിപ്പമുള്ള, എന്തൊക്കെയോ രൂപമാറ്റമുള്ള ഒരു വസ്തുവായി ചിത്രീകരിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായി ഒരു ഒറ്റ കൊണ്ട് കൊടുത്ത് ഒരു തോർത്തും തോളയിലിട്ട് ഇങ്ങനെ വന്നാൽ ആരംഗീകരിക്കാനാണ്? എങ്ങനെ അംഗീകരിക്കാനാണ്? പക്ഷേ തൻ്റെ തിരുഹൃദയം തുറന്ന് ആ ബ്രഹ്മജ്ഞാനം ഒരു ഹൃദയത്തിലേക്ക് പകർത്തുവാൻ താൻ തീരുമാനിച്ച് പകർത്തി കൊടുത്തു കഴിയുമ്പോൾ ആ പകർത്തപ്പെടുന്ന ഹൃദയം അവിടെ നിന്നുകൊണ്ട് സ്തുതിക്കുകയാണ്. ഗുരുവിനെ കണ്ട്, പരമഗുരുവിനെ കണ്ട്, ഹൃദയവാസിയാകും പരമഗുരുവിനെ കണ്ട്, ആദിരന്തമായി വാഴും ഗുരുവിനെ കണ്ട്, ആദിനാഥനാകും പരമഗുരുവിനെ കണ്ട്. താൻ ഒരുക്കി നിലനിർത്തിയിരിക്കുന്ന നിഷ്കളങ്ക ഹൃദയത്തിലേക്ക് തന്റെ രൂപത്തെ താൻ തെളിയിക്കുകയാണ്. ആ തെളിവിന് വേണ്ടി താൻ ഒരുക്കി, താൻ നിയോഗിച്ചു, താൻ നിലനിർത്തി എന്ന് പറയുമ്പോൾ ഉന്നതമാകുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടത്തിവിട്ട് ഒരുക്കപ്പെട്ട ഹൃദയങ്ങളിലാണ് അപ്രകാരം എഴുന്നള്ളുന്നത്. ശുഭാനന്ദ ആദർശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, സാധുക്കളുടെ ഇടയിലേക്കാണ് ഈശ്വരൻ ആദ്യം എഴുന്നള്ളിയത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വന്തം അധ്വാനത്തിന്റെ ഫലം പോലും സ്വന്തമായി അനുഭവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കൂട്ടം അടിമകളുടെ ഇടയിലേക്ക് സർവശക്തി എഴുന്നള്ളി. അത്രമേൽ ത്യാഗമാ സാധുക്കൾ അനുഷ്ഠിക്കേണ്ടി വന്നു ഈ ലോക ജീവിതത്തിൽ. ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത വിധത്തിലുള്ള ജീവിതം നയിക്കേണ്ടി വന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ താലോലിക്കുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്തവർ, പെറ്റ മാതാവിന് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുത്താൽ അന്നം പോലും കിട്ടാത്ത അവസ്ഥ, അപ്രകാരം ദുരിതമായ ദുഃഖഭൂയിഷ്ടമായ ആ ജീവിതങ്ങളിലേക്ക് ഈശ്വരൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇത് ദാനം ചെയ്യുമ്പോൾ അത്രമേൽ ഒരുക്കിയിട്ടാണ് അത് കൊടുത്തത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ഹൃദയങ്ങളും എത്രമാത്രം ഒരുക്കപ്പെടുന്നുണ്ട് എന്ന് അവരവരെ കൊണ്ട് ചിന്തിക്കണം. എനിക്കും തന്നാൽ എന്താ? ഈ ബ്രഹ്മജ്ഞാനം എന്നിലേക്ക് ഉദിപ്പിച്ചാൽ എന്താ? ഭഗവാൻ വിചാരിച്ചാൽ എല്ലാം നടക്കുമല്ലോ. നടക്കും. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. നിന്നിലേക്ക് അറിയിച്ചിരിക്കുന്ന അറിവനുസരിച്ച് ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയത്തിൽ എഴുന്നള്ളിടും ഹൃദയത്തിൽ
ഹൃദയമാണ്. ഒരുക്കപ്പെടേണ്ടത് അവരവരുടെ ഹൃദയമാണ്. ഇന്ന് ലോകം നന്നാക്കാൻ അനേകം ആളുകൾ നടക്കുന്നു. അന്യ രാജ്യങ്ങളെ നന്നാക്കാൻ അനേകം ആളുകൾ നടക്കുന്നു. അയലത്തെ വീട് നന്നാക്കാൻ പലരും ശ്രമിക്കുന്നു. അയലത്തെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ പലരും ശ്രമിക്കുന്നു. സ്വന്തം ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് ഉറ്റൊന്ന് നോക്കിയിടുക. കാണുന്നുണ്ടോ നിന്റെ ഉള്ളിൽ ഗുരുരൂപത്തെ? നിന്റെ ആത്മാവിനെ നീ അറിയുന്നുണ്ടോ? നിന്നിൽ ശക്തിയായി, ജീവനായി, ചൈതന്യമായി നിലകൊള്ളുന്ന ആ സൂക്ഷ്മ ജ്ഞാന വസ്തുവിനെ നീ അറിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഈ ലോകത്തിലെ എന്തിനെ നന്നാക്കാൻ നീ ശ്രമിച്ചാലും നന്നാവുകയില്ല. ആദ്യം നന്നാവേണ്ടത് അവരവരാണ്. അതിനാണ് അവനവനവനവനെ അറിയുന്നറിവല്ലോ. ആത്മബോധം എന്ന് പറയുന്നത്. ആ ആത്മബോധം നിന്റെ ആത്മാവിൽ ഉദിപ്പിക്കുവാനാണ് ആത്മനാഥൻ വന്ന് ഈ ലോകത്തിൽ ആത്മബോധോദയ സംഘം സ്ഥാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ചിട്ടയറിഞ്ഞ്, ഇതിന്റെ നിയമമറിഞ്ഞ് ഈ സത്യത്തിൽ കൂടി നീ ജീവിച്ചാൽ നിന്റെ ആത്മാവിൽ ബോധം ഉദയം ചെയ്യും. ആത്മാവിനെ നിനക്ക് കാണാൻ പറ്റും, ആത്മനാഥനെ നിനക്ക് കാണാൻ പറ്റും. ആനന്ദത്തിന് അവകാശിയായി തീരും. ദേഹം വിട്ടു പോകുമ്പോൾ ആനന്ദത്തിൽ ചേർന്നിടും. ദേഹം വിട്ടു പോകുമ്പോൾ ആനന്ദത്തിൽ ചേർന്നിടും. ദുഃഖമില്ലാതുള്ള നിത്യവാഴ്ചയെന്നും ചെയ്തിടാം. ദുഃഖമില്ലാതുള്ള നിത്യവാഴ്ചയെന്നും ചെയ്തിടാം.
ഹൃദയത്തിൽ നടക്കുവാൻ ദൈവം നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്ന നിയമങ്ങളെ കടുകിട വ്യത്യാസം വരുത്താതെ ഓരോരുത്തരും പാലിക്കുക. സർവശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധമായ അവസ്ഥകളെ നിർമ്മിച്ച് അതിലേക്ക് അധിവസിച്ച് ആനന്ദിക്കുമാറാകട്ടെ. നിത്യമുദയമായി വാഴണേ. പൂരം പിറന്ന പുണ്യ സദ്ഗുരു നിത്യമുദയമായി വാഴണേ. പ്രകാശമേകും സദ്ഗുരു ആത്മലോകത്തിൻ കാഴ്ചയായി വാഴണേ. പ്രകാശമേകും സദ്ഗുരു ആത്മലോകത്തിൻ കാഴ്ചയായി വാഴണേ. പൂരം പിറന്ന പുണ്യ ഗുരുവിന്റെ പക്കനാൾ സ്തുതിയുടെ ദിനമാണിന്ന്. ഈ ഞായറാഴ്ചയും പൂരം പക്കനാളും ഒത്തുവന്ന ഈ ദിനത്തിൽ ഇങ്ങനെ ഒത്തുചേർന്ന് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഈശ്വരൻ അനുവദിച്ച് നിങ്ങളെ ഇവിടെ എത്തിച്ചു. നിങ്ങൾക്ക് അത് അനുഗ്രഹമായി ഭവിക്കട്ടെ. ആനന്ദം ആത്മാവിൽ അനുഭവമാകുവാനാണ് ആനന്ദ സമ്പൂർണനാകുന്ന ഈശ്വരൻ അവതാരമായി വന്ന അറിവുകൾ ദാനം ചെയ്യുന്നത്. ഈ ലോക ജീവിത കർമ്മങ്ങളിലൂടെ ഈ ലോക കർമ്മങ്ങളും മായാവിചാരങ്ങളും പലവിധത്തിലുള്ള പോരായ്മകളും ജന്മജന്മാന്തരമായുള്ള കുറവുകളും ഒക്കെ പേറിക്കൊണ്ട് ഓടി നടക്കുന്ന മനുഷ്യ ജന്മങ്ങൾക്ക് ഒരു വിധത്തിലും ഈ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല. ലോകമോഹം വർദ്ധിച്ചിടുമ്പോൾ ആത്മനാഥനെ ഹൃദയത്തിൽ കാണാതെയാവും. ലോകമോഹം
ഒരാളിനെ കുറ്റം പറയാൻ ആളിന് സിനിമ കാണുന്നതിൽ വളരെ ഭ്രമമാണ്. മറ്റൊരാളിനെ കണ്ടിട്ട് പറയും അദ്ദേഹം കമ്പ്യൂട്ടറിൽ നിന്ന് തലയെടുക്കുകയില്ല. ഒരാളിനെ കണ്ടു പറയാൻ ആൾ കമ്പ്യൂട്ടറിൽ നിന്ന് തലയെടുക്കുകയില്ല. മറ്റൊരാളിനെ കണ്ടിട്ട് പറയാൻ അയാൾ ചീട്ടുകളിയുടെ ആശാനാണ്. ഒരാളിനെ കണ്ടിട്ട് അയാൾ ചീട്ടുകളിയുടെ ആശാനാണ്. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും കുറ്റം പറയുമ്പോൾ ബാഹ്യമായി കാണുന്ന കാര്യങ്ങളിലൊക്കെ ഉള്ള കുറ്റങ്ങൾ അന്യോന്യം എണ്ണുമ്പോൾ അവരവരിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരിക്കലും അവരവർ ചിന്തിക്കുകയില്ല. ഈ പറയുന്ന സിനിമ കാണുന്നതായാലും കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നതായാലും ചീട്ട് കളിക്കുന്നതായാലും കളികളിൽ ഏർപ്പെടുന്നതായാലും ഏത് വിധത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായാലും അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടുന്നതായാലും ആ ചെയ്യുന്ന സമയത്ത് ഈ ആൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല ഇത് തെറ്റാണെന്ന്. ഒരാളത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആളിനോട് വൈരാഗ്യമാണ് വരുന്നത്. അങ്ങനെയാണ് ലോകത്തിന്റെ പ്രത്യേകത. കാരണം ഇത് മായാലോകമാണ്. ഈ മായാലോകത്തിൽ മായാ മനസ്സുമായി ജീവിക്കുന്ന വർഗജന്മങ്ങൾക്ക് അവരവർ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ധാരണയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാരണം? ഉണ്ടായ ലോകത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത അറിവുകളാണ് ഓരോരുത്തരെയും ഭരിക്കുന്നത്. അതിനുണ്ടായ അറിവെന്നാണ് പേര്. ആ ഉണ്ടായ അറിവ് കൊണ്ട് ഉള്ള ലോകത്തിലേക്ക് ചേരുവാൻ കഴിയില്ല. ഉള്ള ലോകത്തിലേക്ക് ചേരണമെങ്കിൽ ഉള്ള അറിവ് തന്നെ വേണം. ഉള്ള അറിവ് എന്ന് പറയുന്നത് അത് ഉള്ളറിവാണ്. ഉള്ള അറിവ് എന്ന് പറയുന്നത് അത് ഉള്ളറിവാണ്. ഉള്ളതായി നിൽക്കുന്ന വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, പരമാത്മാവാണ്. ആ പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് പരമാർത്ഥം. ആ പരമാർത്ഥം മാത്രമേ ഉള്ളതായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അറിവ് വേണം, അനേകം വസ്തുക്കളെ കാണുവാനുള്ള കാഴ്ച മനുഷ്യൻ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിവസിക്കുന്ന സൗരയൂഥം കൂടാതെ അനേകം സൗരയൂഥങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്ത് വീണ്ടും കുറെ കൂടി സൗരയൂഥങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷ്മമായി നിൽക്കുന്നതിനെയല്ല. ഈ സൂക്ഷ്മമായി നിൽക്കുന്ന വസ്തുവിനെ കാണുവാനുള്ള കാഴ്ച ഒരു ഉപകരണത്തിലേക്ക് കേന്ദ്രീകരിച്ചതിനെ നിർമ്മിക്കുവാനുള്ള അറിവ് എവിടെ നിന്നുണ്ടായി എന്ന് ഈ ശാസ്ത്രജ്ഞൻ ചിന്തിക്കുന്നില്ല. ഞാൻ പഠിച്ചു വെച്ചത് കൊണ്ട് നിർമ്മിച്ചു എന്ന് മാത്രമാണ് കരുതുന്നത്. ഞാൻ കണ്ടുപിടിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ആത്മബോധികളായ എന്റെ അല്പമിത്രങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം, ശാസ്ത്രജ്ഞന്മാരെന്നാൽ സൽപുണ്യ ധർമ്മികൾ Yeah.
സ്വാംശീകരിച്ച ആത്മാക്കളാണ് ശാസ്ത്രജ്ഞന്മാരായി നിലകൊള്ളുന്നത്. ആത്മശക്തി സ്വാംശീകരിച്ച ആത്മാക്കളാണ് ശാസ്ത്രജ്ഞന്മാരായ. അപ്രകാരം ആത്മശക്തിയിൽ കൂടിയാണ് ഈ ലോകത്തിലെ വിവിധ വസ്തുക്കളെ കണ്ടുപിടിക്കാനുള്ള അറിവ് അവരിൽ ഉണ്ടായത്. അപ്രകാരം ആത്മശക്തിയിൽ കൂടിയാണ് ഈ ലോകത്തിലെ വിവിധ വസ്തുക്കളെ കണ്ടുപിടിക്കുവാനുള്ള അറിവ് അവരിൽ ഉണ്ടായത്. ശാസ്ത്രം ഇത്രയും വികസിക്കാത്ത, ഇങ്ങനെയുള്ള ഒരു തെളിവുകളുമില്ലാത്ത, ഒരു ഉപകരണങ്ങളുമില്ലാത്ത ആദികാലത്തു തന്നെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന 7 വർണ്ണങ്ങളെയും സൂര്യൻ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരത്തെയും ചന്ദ്രൻ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരത്തെയും സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള വ്യത്യാസത്തെയും ചന്ദ്രനും ഭൂമിയുമായുള്ള ബന്ധത്തെയും ഇതുപോലെ ഗ്രഹങ്ങൾ തമ്മിലുള്ള അനുപാതത്തെയും ആകർഷണത്തെയും അതിൽ കൂടി ലോകത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മാറ്റങ്ങളെയും ഇതൊന്നും അറിയാത്ത ആ മഹർഷീശ്വരന്മാർ ദിവ്യദർശനത്തിലൂടെ ലോകത്തിലേക്ക് പ്രകാശിച്ചു. അനേകം തത്വങ്ങൾ പ്രകാശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് ഈ ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതിനുള്ള വിദ്യകളൊന്നും പഠിച്ചിട്ടില്ല. അവർക്ക് എവിടെ നിന്നുണ്ടായി? അവരിൽ നടന്ന ആത്മരൂപാന്തരത്തിലാണ് ഇപ്രകാരമുള്ള കാഴ്ചകൾ ലഭിച്ചത്. ആത്മരൂപാന്തരത്തിലാണ് ലഭിച്ചത്. ആ കാഴ്ചയും അതിനെക്കുറിച്ച് വർണ്ണിക്കാനുള്ളവരുടെ കഴിവും ഉണ്ടായിട്ട് പോലും ദൈവത്തെ കാണാൻ അവർക്കും കഴിഞ്ഞില്ല. കാരണം അതിന്റെ ആദ്യ പടികൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ കാണുന്ന പ്രകൃതി ലോകത്തെയും ഇതിന്റെ വർണ്ണനാതീതമായ വ്യവസ്ഥകളെയും സൂക്ഷ്മമായ ഇതിന്റെ അവസ്ഥകളെയും ആത്മാവിൽ തന്നെ തെളിഞ്ഞു കാണുവാനുള്ള കാഴ്ച ലഭിക്കുന്നത് ഈശ്വരനെ കാണുവാനുള്ള ആത്മീയൊരാത്മാവിൽ ഉണ്ടാകുമ്പോഴാണ്. അതിൽ നിന്നും പിന്നെ എത്രയോ പടി ഉയരത്തിലാണ് ഈശ്വരന്റെ അധിവാസം. അങ്ങനെ ഉന്നതമായി സ്ഥിതി ചെയ്യുന്ന ഉന്നതനാകുന്ന ഈശ്വരനെ ഉന്നതമായി തന്നെ ആത്മാവിലേക്ക് അവതരിപ്പിക്കുവാൻ ആദിനാഥനാകുന്ന അഖിലേശ്വരനാണ് അവതാരമായി വന്നു പാടുന്നത്. അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന അറിവുകളെല്ലാം ഈ കാണുന്ന ലോകത്തെയും കാണപ്പെടാത്ത ലോകത്തെയും
തെളിയിക്കുവാനാണ് ആത്മനാഥൻ വാഴുന്നത്. ആത്മാവിൽ തെളിയിക്കുവാനാണ് ആത്മനാഥൻ വാഴുന്നത്. ഇഹലോകമായി കാണേണ്ടത് ശരീരത്തെയും ഇഹലോകമായി കാണേണ്ടത് ശരീരത്തെ, പരലോകമായി കാണേണ്ടത് ആത്മാവിനെയും. പരലോകമായി കാണേണ്ടത് ആത്മാവിനെയും. ഈ ലോകത്തിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ച്, ഈ ലോകത്തിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ച്, സംശുദ്ധമായ ഒരു ജീവിതം നയിച്ച്, സംശുദ്ധമായ ഒരു ജീവിതം നയിച്ച്, ആരോഗ്യപരമായ ഒരു ജീവിതം നയിച്ച്, ആരോഗ്യപരമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, മുന്നോട്ട് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഒരു പ്രത്യേക അനുഭൂതി അനുഭവപ്പെടും. സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഒരു പ്രത്യേക അനുഭൂതി അനുഭവപ്പെടും. ഒരിക്കലും ഒരു അബദ്ധം ആ ശരീരം കൊണ്ട് ഉണ്ടാവുകയും, ഒരിക്കലും ഒരു അബദ്ധം ആ ശരീരം കൊണ്ട് ഉണ്ടാവുകയും. എന്തുകൊണ്ടാണ്? ആത്മനാഥനെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള പരിശ്രമമാണ് ശരീരത്തിൽ കൂടി ചെയ്യുന്നത്. ആത്മനാഥനെ അറിഞ്ഞ് ജീവിക്കുവാനുള്ള പരിശ്രമമാണ് ശരീരത്തിൽ കൂടി ചെയ്യുന്നത്. പക്ഷേ ആ ആനന്ദാനുഭൂതി നിന്നിൽ അനുഭവമാകണമെങ്കിൽ, ആ ആനന്ദാനുഭൂതി നിന്നിൽ അനുഭവമാകണമെങ്കിൽ ശരീരം ശുദ്ധമായ കർമ്മങ്ങൾ ചെയ്യണം. ശരീരം ശുദ്ധമായ കർമ്മങ്ങൾ നിന്റെ ചെയ്യണം. പഞ്ചേന്ദ്രിയങ്ങളും ശുദ്ധമായ അവസ്ഥയിൽ നിലകൊള്ളണം. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളും ശുദ്ധമായ അവസ്ഥയിൽ നിലകൊള്ളണം. കാണേണ്ടതിനെ കാണാനും, കാണേണ്ടതിനെ കാണാനും, കേൾക്കേണ്ടതിനെ കേൾക്കാനും, കേൾക്കേണ്ടതിനെ കേൾക്കാനും, സ്പർശിക്കേണ്ടതിനെ സ്പർശിക്കാനും, സ്പർശിക്കേണ്ടതിനെ സ്പർശിക്കാനും, ഗന്ധിക്കേണ്ടതിനെ ഗന്ധിക്കാനും, ഗന്ധിക്കേണ്ടതിനെ ഗന്ധിക്കാനും, രുചിക്കേണ്ടതിനെ രുചിക്കാനും, രുചിക്കേണ്ടതിനെ ആ രുചിക്കാനും, സംശുദ്ധമായ ഒരവസ്ഥ നിന്നിൽ രൂപപ്പെടണമെങ്കിൽ, സംശുദ്ധമായ ഒരു അവസ്ഥ നിന്നിൽ രൂപപ്പെടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശേഷി നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകണം. മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ശേഷി മനസ്സിൽ തന്നെ ഉണ്ടാകണം. ആ ശേഷി നിന്നിൽ ഉണ്ടാകണമെങ്കിൽ, ആ ശേഷി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, ആ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ശേഷി നിന്നിൽ ഉണ്ടാകണമെങ്കിൽ, ആ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ശേഷി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, അതിനുള്ള അറിവ് നിന്നിൽ ഉണ്ടാകണം. അതിനുള്ള അറിവ് നമ്മളിൽ ഉണ്ടാകണം. ആ അറിവ് നിലകൊള്ളുന്നത് നിന്റെ ആത്മാവിലാണ്. ആ അറിവ് നിലകൊള്ളുന്നത് നമ്മുടെ ആത്മാവിലാണ്. ആ ആത്മാവിനെ മറയ്ക്കുന്നു നിന്റെ മനസ്സ്. ആ ആത്മാവിനെ മറയ്ക്കുന്നു നമ്മുടെ മനസ്സ്. ആ നിത്യവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സ് നിന്റെ ആത്മാവിനെ വെളിയിലേക്ക് പ്രകാശിപ്പിക്കുന്നില്ല. നിത്യവും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് നമ്മുടെ ആത്മാവിനെ വെളിയിലേക്ക് പ്രകാശിപ്പിക്കുന്നില്ല. ആത്മാവിന്റെ ഇഷ്ടങ്ങൾ നിന്നെ അറിയിക്കുന്നില്ല. ആത്മാവിന്റെ ഇഷ്ടങ്ങൾ അറിയിക്കുന്നില്ല. ആ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ മായാ മനസ്സുകളെ മാറ്റി, അങ്ങനെ മായാ മനസ്സുകളെ മാറ്റി, ആത്മാവിന്റെ ഹിതം മനസ്സിൽ അറിഞ്ഞ്, ആത്മാവിന്റെ ഹിതം മനസ്സിൽ അറിഞ്ഞ്, അതിനെ വേണ്ടത് ചിന്തിച്ച്, അതിനെ വേണ്ടത് ചിന്തിച്ച്, ബുദ്ധിയിലൂടെ പ്രയോഗിച്ച്, ബുദ്ധിയിലൂടെ പ്രയോഗിച്ച്, അഹങ്കാരത്തിൽ കൂടി പ്രവർത്തിച്ച്, അഹങ്കാരത്തിൽ കൂടി ആ പ്രവർത്തിച്ച്, സംശുദ്ധമായ ജീവിത വഴികളിൽ കൂടി ജീവിക്കുവാൻ, സംശുദ്ധമായ ജീവിത വഴികളിൽ കൂടി ജീവിക്കുവാൻ ഉള്ള പ്രാപ്തി നിന്നിൽ ഉണ്ടാകണമെങ്കിൽ, ഉള്ള പ്രാപ്തി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അറിവറ്റ അറിവ് വേണം. അറിവറ്റ അറിവ് ഈ വേണം. ഉണ്ടായ അറിവുകളെല്ലാം മറ്റു ഉള്ളറിവ് നിന്നിൽ ഭരിക്കണം. ഈ ഉണ്ടായ അറിവുകളെല്ലാം മറ്റുള്ള അറിവ് നിന്നിൽ ഭരിക്കണം. ആ അഹങ്കാരത്തിൽ കൂടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ചിന്താപശകൾ തിരുത്തിത്തരാം. അഹങ്കാരത്തിൽ കൂടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതായ ചിന്താപശകൾ ഭഗവാൻ തിരുത്തി കൽപ്പിക്കും. ആ അഹങ്കാരം എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഉപകരണമാണ്. ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഉപകരണമാണ്. അത് മനസ്സിലിട്ട് വേണ്ടതുപോലെ ചിന്തിക്കാതെ, അത് മനസ്സിലിട്ട് വേണ്ടതുപോലെ ചിന്തിക്കാതെ, കാണുന്നത് അതുപോലെ നേരിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് അഹങ്കാരം എന്ന് പറയുന്നത്. കാണുന്നത് അതുപോലെ നേരിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് അഹങ്കാരം എന്ന് ആ പറയുന്നത്. പ്രവർത്തിപ്പിക്കാനുള്ള ഉപകരണത്തെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പ്രവർത്തിപ്പിക്കുവാനുള്ള ഉപകരണത്തെയാണ് അഹങ്കാരം എന്ന് ആ പറയുന്നത്. ഉപകരണം കൊണ്ട് ഈ ലോകത്തിലെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും. ആ ഉപകരണം കൊണ്ട് ഈ ലോകത്തിലെ കർമ്മങ്ങൾ ചെയ്യുവാൻ പറ്റും. പക്ഷേ പക്ഷേ അറിവ് കൊണ്ട് ചിന്തിച്ച് നന്മയെ വേർതിരിച്ച്, അറിവുകൊണ്ട് ചിന്തിച്ച് നന്മയെ വേർതിരിച്ച്, അത് ഈ ഉപകരണമാകുന്ന അഹങ്കാരത്തിലേക്ക് പകർന്നു കൊടുത്താൽ, അത് ഈ ഉപകരണമാകുന്ന അഹങ്കാരത്തിലേക്ക് പകർന്നു നിന്റെ കൊടുത്താൽ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് പുറത്തേക്ക് പ്രകാശിക്കും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അത് പുറത്തേക്ക് അപ്പൊ പ്രകാശിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ അഹങ്കാരം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ അഹങ്കാരം. 99% ആളുകളും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. 99% ആളുകളും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഈ ഫോണിനകത്ത് പലവിധത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. ഈ ഫോണിനകത്ത് പലവിധത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. പണ്ട് വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണ് ഇപ്പൊ അതിൽ ഉപയോഗിക്കുന്നത്. പണ്ട് വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പേരാണ് ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻസ് മുഴുവനായിട്ട് പറയില്ല, ആപ്പെന്നേ പറയൂ. ആപ്പെന്നേ പറയൂ. അന്ന് പണ്ടൊക്കെ ആപ്പെന്ന് പറഞ്ഞാൽ ഒരു മോശമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. പണ്ടൊക്കെ ആപ്പെന്ന് പറഞ്ഞാൽ വളരെ മോശമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പൊ അത് പ്രചാരം നേടിയിരിക്കുന്നു. ഇപ്പോൾ അത് വളരെ പ്രചാരം നേടിയിരിക്കുന്നു. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, മൊബൈൽ ഫോണിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, നമുക്കൊരു സംഗീതം കേൾക്കണമെങ്കിൽ അതിന്
അതിനൊരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ നമുക്കൊരു സംഗീതം കേൾക്കണമെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ, ഒരു വീഡിയോ ചിത്രം കാണണമെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ, ഒരു വീഡിയോ ചിത്രം കാണണമെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ, ആ വീഡിയോ ചിത്രത്തെ ഒന്ന് മുറിച്ച് വേറൊന്നാക്കി എടുക്കണമെങ്കിൽ അതിന് വേറൊരു ആ ആപ്ലിക്കേഷൻ, വീഡിയോ ചിത്രത്തെ ഒന്ന് മുറിച്ച് വേറൊന്നാക്കി എടുക്കണമെങ്കിൽ അതിന് വേറൊരു ആപ്ലിക്കേഷൻ, നമുക്ക് ഫോണിൽ പലവിധ നമ്പറുകൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതിനൊരു ആപ്ലിക്കേഷൻ, നമുക്ക് ഫോണിൽ പലവിധ നമ്പറുകൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതിന് വേറൊരു ആപ്ലിക്കേഷൻ. ഇങ്ങനെ 100-ൽ കൂടുതൽ ആപ്ലിക്കേഷനുകൾ ചേർന്നാണ് ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത്. ഇങ്ങനെ 100-ൽ കൂടുതൽ ആപ്ലിക്കേഷനുകൾ ചേർന്ന ഒരു മൊബൈൽ ഫോണാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത്. ഇതുപോലെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിത കർമ്മങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ അഹങ്കാരം. ഇതുപോലെ ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ജീവിത കർമ്മങ്ങളിൽ പ്രയോഗിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ അഹങ്കാരം. ആ അഹങ്കാരം കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അഹങ്കാരം കൊണ്ടാണ് നമ്മൾ അവൻ പ്രവർത്തിക്കുന്നത്. കാണിക്കുന്നുണ്ടോ, അവന്റെ അഹങ്കാരം കണ്ടോ എന്ന് ചോദിക്കാനിടയാകുന്നത്, അവൻ കാണിക്കുന്നത് കണ്ടോ, അവന്റെ അഹങ്കാരം കണ്ടോ എന്ന് ചോദിക്കുവാനിടയാകുന്നത് അറിവില്ലാത്ത കർമ്മം നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ്. അറിവില്ലാത്ത കർമ്മം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ രണ്ടും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം കൊണ്ടാണ്. രണ്ടും പ്രവർത്തിക്കുന്നത് ഒരു ഉപകരണം കൊണ്ടാണ്. പക്ഷേ അറിവിൽ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നന്മയായിട്ട് കാണും, അറിവിൽ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നന്മയായിട്ട് കാണും, അറിവുകേടിൽ കൂടിയാണെങ്കിൽ അത് അഹങ്കാരമായി. അറിവുകേടിൽ കൂടിയാണെങ്കിൽ അത് അഹങ്കാരമായി. അങ്ങനെയുള്ള ഒരു ഉപകരണമാണ് അഹങ്കാരം, അല്ല ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഒരു ഉപകരണമാണ് അഹങ്കാരം, അല്ലാതെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ആ നിലയിൽ മനസ്സിനെ നിയന്ത്രിച്ച് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പരിപൂർണമായ പ്രവർത്തനം നടക്കണമെങ്കിൽ, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പരിപൂർണമായ പ്രവർത്തനം നടക്കണമെങ്കിൽ ആത്മാവിന്റെ അറിവ് നിന്റെ മനസ്സിലെത്തണം. ആത്മാവിന്റെ അറിവ് നിന്റെ മനസ്സിലെത്തണം. അതിന് നീ പരിശുദ്ധമായി തീരണം. അതിനുവേണ്ടിയാണ് ശുദ്ധ വഴികളെല്ലാം നിന്നിലേക്ക് ഈശ്വരൻ വന്ന് തെളിയിച്ചു തരുന്നത്. അതിനുവേണ്ടിയാണ് ശുദ്ധ വഴികളെല്ലാം നമ്മളിലേക്ക് ഈശ്വരൻ വന്ന് തെളിയിച്ചു തരുന്നത്. നിന്റെ ഭവനം ശുദ്ധമായി സൂക്ഷിക്കാൻ, നിന്റെ വസ്ത്രങ്ങളും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കാൻ, നീ ചിന്തിക്കുന്നത് ഓരോന്നും ശുദ്ധമായി സൂക്ഷിക്കാൻ, അതിൽ കൂടി നിന്റെ മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കാൻ, അതിൽ കൂടി നിന്റെ ആത്മാവിനെ ശുദ്ധമായി സൂക്ഷിക്കാൻ, അതിനുള്ള വഴികളാണ് പരിശുദ്ധാത്മാവാകുന്ന പരമാത്മാവ് ഈ ലോകത്തിൽ വന്ന് അവതരിപ്പിച്ച് ദാനം ചെയ്തിരിക്കുന്നു. പരമാത്മാവ് ഈ ലോകെ അവതാരമായി വന്നു പരിശുദ്ധ ജ്ഞാനങ്ങൾ ഓതി നൽകി. Yeah.
ഉപദേശിച്ച് തരികയാണ്. പരമാത്മാവാൽ നിന്ന് പരമഗുരു തന്നെ ഉപദേശിച്ച് തരികയാണ്. അതൊക്കെ വേണ്ട വിധത്തിൽ ചിന്തിച്ച്, അതൊക്കെ വേണ്ട വിധത്തിൽ ചിന്തിച്ച്, വേണ്ട വിധത്തിൽ അതിനെ അറിഞ്ഞ്, വേണ്ട വിധത്തിൽ അതിനെ അറിഞ്ഞ് പരിപാലിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് ആത്മാവ് പരിശുദ്ധമായി പരലോകം ആത്മാവിൽ കാണപ്പെടുന്നത്. ആത്മാവ് പരിശുദ്ധമായി പരലോകം ആത്മാവിൽ കാണപ്പെടുന്നത്. നിസാരമായിട്ടൊന്നിനെയും കാണരുത്. നിസാരമായിട്ടൊന്നിനെയും കാണരുത്. നിസാരമായിട്ടൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. നിസാരമായിട്ടൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. എനിക്ക് ശരീരപ്രകാരം ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ള, ഭഗവാന് ശരീരപ്രകാരം ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ള അതിന്റെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാജാറാം. ഭഗവാന്റെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ രാജാറാം. അധികമൊന്നും സംസാരിക്കില്ല, വളരെ സൗമ്യ ഭാവന, വളരെ സൗമ്യ ഭാവന. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നാൽ, അദ്ദേഹത്തിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെന്നാൽ എല്ലാം വളരെ ലഘുവായിട്ട് പറയുള്ളൂ. എല്ലാം വളരെ ലഘുവായിട്ട് പറയുള്ളൂ. ഒരിക്കൽ ഒരു ചെവിവേദനയുമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ, അടുത്ത് പോയില്ല, ഫോണിൽ കൂടി പറഞ്ഞതാണ്. അദ്ദേഹം അതിനൊരു മരുന്ന് നിർദ്ദേശിച്ചു. അരമണിക്കൂർ ഇടപെട്ടത് കഴിക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ഇച്ചിരി ആവി കൂടെ പിടിച്ചേക്കണം. വളരെ നിസ്സാരമായിട്ട് അത് പറഞ്ഞു വെച്ചു. ആദ്യം അതത്ര കാര്യമായി കരുതി. ചെവിവേദനയ്ക്ക് ആവി പിടിക്കുന്ന ഒരു ശ്രദ്ധ അന്നുണ്ടായില്ല. പക്ഷേ 3-4 തവണ മരുന്ന് കഴിച്ചിട്ടും കാര്യമായ കുറവുണ്ടായില്ല. അപ്പൊ ഓർത്തു, ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. ശകലം ആവി പിടിച്ചു. വേദന എങ്ങോട്ട് പോയി അറിയില്ല. ഇതുപോലെ കാര്യമായി ഉള്ളതിനെ കാര്യമായി ഗ്രഹിച്ച്, അറിയിക്കുന്ന അറിവുകൾ അറിയേണ്ട വിധം അറിഞ്ഞ് പാലിച്ച് ജീവിക്കുമ്പോഴാണ് പരിശുദ്ധത ഉണ്ടാകുന്നത്. ഇത് ദേഹവശാലുള്ള ഒരു കാര്യമാണ് ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. ആത്മാവിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ അറിയിച്ചു. ആത്മാവിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ്. ആത്മാവിന്റെ വളർച്ച ആത്മാവിന്റെ ഉന്നതാവസ്ഥ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്?
നിലനിർത്തിയിരിക്കുന്ന നിയമങ്ങൾ, ആത്മബോധത്തെ സംഘത്തിലൂടെ ആത്മനാഥൻ നിലനിർത്തിയിരിക്കുന്ന നിയമങ്ങൾ ഈ സൽക്കർമ്മ നിയമങ്ങളാണ്. ഈ സൽക്കർമ്മ നിയമങ്ങളാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഉന്നതാവസ്ഥയെ സ്ഥാപിക്കുന്ന വളരെ ഗോപ്യമായ നിയമങ്ങൾ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഉന്നതമായ നിയമാവസ്ഥയെ സ്ഥാപിക്കുന്ന വളരെ ഗോപ്യമായ നിയമങ്ങൾ അതിനുവേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതാണ്. നിങ്ങൾ അറിയുന്നില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്. നമ്മൾ അറിയുന്നില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. പക്ഷേ അറിയണം. ഇല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അറിവാകുന്ന ഉടമസ്ഥൻ വന്ന് അറിയിച്ച അറിവുകൾ ആത്മാവിലേക്ക് ഗ്രഹിച്ച് ഞാൻ ജീവിതം ആരംഭിച്ചപ്പോൾ എന്നിലുണ്ടായ മാറ്റം ഞാൻ തിരിച്ചറിയണം. അല്ല എങ്കിൽ നിന്ദിരായി പോകും. കാരണം എന്താണ്? നന്ദിയില്ല എങ്കിൽ നിന്ദിരായി പോകും. അവനവനെ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് നന്ദിപ്പെട്ട് എന്തും ജീവിക്കണം. ഞാൻ ആശ്രമത്തിൽ പോയി ഇത്ര വർഷമായി എനിക്കൊരു പ്രയോജനമില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഏറ്റവും വലിയ നന്ദികേടാണ്. കാരണം ഭാഗ്യമായി നിനക്ക് വലിയ വളർച്ചയൊന്നും ഉണ്ടായി കാണില്ലായിരുന്നു. അയലത്തുകാരന്റെ കൂട്ട് കാറും വലിയ ബംഗ്ലാവും ഒന്നും ഉണ്ടായി കാണില്ല. പക്ഷേ ആ ബംഗ്ലാവിനുള്ളിൽ കിടന്നുകൊണ്ട് അവൻ നീറിപ്പുകയുകയാണ്. ഗുരുവിന്റെ പാദത്തിൽ എത്തിയ നിമിഷം മുതൽ നീ ആശ്വാസമാകുന്ന കുളിരിലാണ്. ആശ്വാസമേകുന്ന തേൻമൊഴികൾ നിന്റെ ഹൃദയത്തിലേക്ക് എത്തിയപ്പോൾ ഏത് കഠിന ദുഃഖം വരുമ്പോഴും അതിന്റെ മുന്നിൽ ചങ്കൂറ്റത്തോടുകൂടി നിൽക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്. എന്തുകൊണ്ട്? ആശ്വാസമാകുന്ന തിരുവചനങ്ങൾ നിന്റെ ആത്മാവിലാണ് ഈശ്വരൻ സ്ഥാപിച്ചത്. ആശ്വാസമേകുന്ന തിരുശബ്ദങ്ങൾ നിന്റെ ആത്മാവിലേക്കാണ് ഉറപ്പിച്ചത്. അത് നീ തിരിച്ചറിയാതെ പോയാൽ നന്മയറിയാത്ത വസ്തു എന്നാൽ മാത്രമേ ഇതിൽ കൂടിയുള്ള നന്മകൾ നിനക്ക് അറിയാൻ കഴിയുള്ളൂ. ലോകവശാലുള്ള വലിയ സൗഭാഗ്യങ്ങളൊന്നുമല്ല. ഈ ലോകത്തിൽ എവിടെ പോയാലും ലഭിക്കാത്ത, എത്ര നാൾ തപസ് ചെയ്താലും ലഭിക്കാത്ത, എത്ര നാൾ എത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും ലഭിക്കാത്ത, എത്ര തീർത്ഥാടനം നടത്തിയാലും ലഭിക്കാത്ത അളവില്ലാത്ത ആനന്ദം അകതാരിൽ നൽകുവാൻ
അവരൊക്കെ വിചാരിക്കും ഭഗവാൻ ഇതൊക്കെ വെറുതെ ഇങ്ങനെ അപ്പൊ കഴിക്കുന്നു. നിങ്ങളിതെല്ലാം അനുഭവമുള്ള കുറെ ആളുകൾ ഇതിനകത്തുണ്ടല്ലോ. എന്നാൽ നമ്മളിലെല്ലാം അനുഭവമുള്ള കുറെ ഈ ആളുകൾ ആദർശത്തിലേക്ക് ചേർന്ന് ഈ ആദർശത്തിലേക്ക് ചേർന്ന് ഈ നിയമത്തിൽ ജീവിക്കുവാൻ ആരംഭിച്ച ഈ നിയമത്തിൽ ജീവിക്കുവാൻ ആരംഭിച്ച ആ സമയം മുതൽ ഈ സമയം വരെ പ്രത്യേകമായ ഒരു സുഖം ആത്മാവിൽ അനുഭവമാകുന്നുണ്ട് എന്ന് പ്രത്യേകമായ ഒരു സുഖം ആത്മാവിൽ അനുഭവമാകുന്നുണ്ട് എന്ന് പരിപൂർണമായി സമ്മതിക്കുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കണ്ട, ഒന്ന് കൈ ഉയർത്തിക്കണ്ട. സുഖം തരുന്നൊരു ഗുരുവരനെ, ആത്മാവിൽ വസിക്കുന്ന ഗുരുവരനെ. പരലോകനാഥൻ ദാനം ചെയ്ത നിയമങ്ങളാണ് നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 7 വെള്ളിയാഴ്ച പ്രാവശ്യത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞു. ഈ വെള്ളിയാഴ്ച ആരംഭിച്ച സമയം മുതൽ നിങ്ങളിൽ ഉണ്ടായ മാറ്റം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അതിൽ കൂടി നിങ്ങൾക്കൊരു പ്രത്യേക ചൈതന്യം ആത്മാവിലേക്ക് നിറയപ്പെടുന്നുണ്ട് എന്ന് ആ അനുഭവം ഉണ്ടായിട്ടുള്ള ആളുകൾ ഒന്ന് കൈ ഉയർത്തിക്കണ്ട. 12 വെള്ളിയാഴ്ച വ്രതം
അതിന് തീരുമാനിച്ചാണ് ഭഗവാൻ അത് ലോകാന്ത്യം വരെ നടക്കുക തന്നെ ചെയ്യും. അത് ലോകാന്ത്യം വരെ നടക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ വർഷം മഹാമാരി വന്ന് എല്ലാവരും സ്വഭവനങ്ങളിൽ കഴിയുന്ന സന്ദർഭമായിരുന്നു. മഹാമാരി വന്ന് എല്ലാവരും സ്വഭാവനങ്ങളിൽ കഴിയുന്ന സന്ദർഭമായിരുന്നു. ലോകത്തിന്റെ നിയമം അന്ന് അങ്ങനെയായിരുന്നു. ലോകത്തിന്റെ നിയമം അങ്ങനെയായിരുന്നു. എന്നാൽ മുടക്കം കൂടാതെ നടത്തുവാൻ സർവശക്തിയുടെ തീരുമാനമുള്ളതിനാൽ ലോക നിയമങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആ നിയമങ്ങൾക്ക് ഒരു ലംഘനവും വരാതെ സർവശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് കഴിഞ്ഞ വർഷവും നമുക്ക് നടത്തി തന്നു. എന്തുകൊണ്ടാണ് അത്? ലോകവശാൽ ആരുടെയെങ്കിലും മുമ്പിൽ ഇങ്ങനെ നിഗളിക്കാനല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ നടത്തിയെന്ന് അഹങ്കരിക്കാനല്ല. ആ സർവശക്തി പ്രത്യക്ഷമായി
അവസരമുണ്ടായി. നമുക്കിത് മുടക്കം കൂടാതെ നടത്തുവാൻ അവസരമുണ്ടായി. ആരുടെയും മിടുക്കല്ല, അല്ലാതെ ഇത് ആരുടെയും എടുക്കല്ല. സർവശക്തിയുടെ കാരുണ്യമാണ്. സർവശക്തിയുടെ കാരുണ്യവാനായ ദൈവത്തിന്റെ ആ മഹാതിരുഹൃദയത്തെ നോക്കി, കാരുണ്യവാനായ ദൈവത്തിന്റെ ആ മഹാതിരുഹൃദയത്തെ നോക്കി, കാരുണ്യം തുളുമ്പുന്ന മഹാസാഗരത്തെ നോക്കി, കാരുണ്യം തുളുമ്പുന്ന മഹാസാഗരത്തെ നോക്കി നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തുതിക്കുന്നു, ഭക്തിയോടെ നമിക്കുന്നു. കൈവിടാതെ കരുണയാൽ കാത്തുകൊള്ളണേ. നമുക്ക് തുടർന്ന് വരുന്ന 5 വെള്ളിയാഴ്ചകൾ ഇനി നമുക്ക് തുടർന്ന് വരുന്ന 5 വെള്ളിയാഴ്ചകൾ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ ശ്രദ്ധയോടെ, കൂടുതൽ ഭക്തിയോടെ കൂടുതൽ ഭക്തിയോടെ ആചരിച്ച് പരിശുദ്ധമായ ഹൃദയങ്ങളുമായി പരിശുദ്ധമായ ഹൃദയങ്ങളുമായി തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരുവാൻ, തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരുവാൻ, ആനന്ദം അനുഭവിക്കുവാൻ ആത്മനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനാകുന്ന ദൈവം സർവശക്തനാകുന്ന ദൈവം ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന് ഈ ലോകത്തിലേക്ക് അവതാരമായി ഈ വന്ന് സത്യം പറഞ്ഞതുകൊണ്ട്, ഈ സത്യം പറഞ്ഞതുകൊണ്ട്, ഈ സത്യം സ്ഥാപിച്ചതുകൊണ്ട്, ഈ സത്യം വളർത്തിയതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ശത്രുതകൾ, പീഡനങ്ങൾ അനേകമാണ്. ആ വളരെ ദുരിതപൂർണമായ ഒരു സന്ദർഭത്തിൽ നിന്ന് ഈ ആദർശം ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച ഒരു സമയത്തിൽ നിന്ന് സർവശക്തി പരിപൂർണ ശോഭയോടെ തന്റെ ആദർശത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഈ സ്ഥാപനം നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആ ദിനമാണ് നമ്മൾ കർത്തവ്യമായിട്ട് ആചരിക്കുന്നത്. ഈ സ്ഥാപനം ആ തിരുഹൃദയത്തിന്റെ വിലയാണ്. ആ തിരുഹൃദയത്തിന്റെ വിലയാണ്. ആ നൊമ്പരങ്ങളുടെ വിലയാണ്. ആ കരച്ചിലുകളുടെ വിലയാണ്. ആ കണ്ണുനീരിന്റെ വിലയാണ്. നമ്മൾ ഒത്തുചേർന്നിരുന്ന് ആരാധിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ ആ നെഞ്ചുനീറി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് നിലനിർത്തി തന്ന സ്ഥാപനമാണിത്. അതിന്റെ സ്മരണാർത്ഥം നടത്തുന്ന ആ കർത്തവ്യ വൃതാചരണം ഈ വരുന്ന ശനിയാഴ്ച ദിവസം ഡിസംബർ മാസം 4-ാം തീയതി എല്ലാ ആത്മബോധോദയ സംഘാംഗങ്ങളും ഭക്തിപൂർവ്വ വ്രതം ആചരിക്കുക. രോഗികളായിട്ടുള്ളവർക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും അല്പാൽപമായ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യമുള്ള ആളുകളെല്ലാം വളരെ ശക്തമായ നിലയിൽ പുസ്തകത്തിൽ പറയും പ്രകാരം ആ വ്രതം അനുഷ്ഠിക്കുക. നിങ്ങളിൽ കൂടി നിങ്ങളുടെ പരമ്പരകളെ രക്ഷിക്കുവാനുള്ള നിയമമാണ്. മധ്യലോകത്തെ രക്ഷിക്കുവാനുള്ള നിയമമാണ്. അതിന്റെ വില അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അനുഷ്ഠിക്കുക. മഹാശക്തി നിങ്ങളിൽ ദർശിക്കുമാറാകട്ടെ. മഹാഗോപുരത്തിന്റെ ഉന്നതമായ നിർമ്മാണം നടക്കുന്ന സുവർണ കാലഘട്ടമാണിത്. കാരണം ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുശബ്ദം ലോകത്തിൽ നടപ്പാക്കപ്പെടുമ്പോൾ ഭക്തലോകത്തിലും ലോകത്തിലും ദേവലോകത്തിലും ഭൂതപരിവാരങ്ങൾക്കും സർവപ്രപഞ്ച പ്രകൃതികൾക്കും ഭാഗ്യകാലമാണ്. അത് മധ്യലോകത്തിന് അനുഭവമായി തീരുവാൻ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിച്ച് മനോഹരമായ രൂപമായി ആത്മാക്കൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ സർവശക്തി നിയോഗിച്ചിരിക്കുന്ന സന്താനങ്ങളിൽ കൂടി പൂർത്തീകരിച്ച് നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, സങ്കല്പിക്കുക, ആശ്രയിക്കുക. ആത്മനാഥൻ നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. ഇന്നേ ദിവസം ഈ സത്യാദർശത്തെ സ്വീകരിച്ച് മരണക്കിടന്നവരെയും ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത എന്റെ അരുമിത്രങ്ങൾക്ക് ഈ സത്യത്തിൽ കൂടി ജീവിച്ച് ആനന്ദിക്കുവാൻ, മരണം വരെയും ഇതിൽ കൂടി ജീവിക്കുവാൻ മഹാശക്തി അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വന്നേർന്നിരിക്കുന്ന എല്ലാവരെയും ഇതാ ദർശിച്ച് അനുഗ്രഹിക്കുന്നു.
പ്രത്യക്ഷമായി ലോകത്തിൽ നിലകൊള്ളുകയാണ്. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.